ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം 2026 പൊതുവെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ്. 2026 ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ അത്ര കണ്ട ആനുകൂല്യമാവില്ല എന്നുള്ളത് കൊണ്ടാണ് ആ നക്ഷത്രങ്ങളെ തിരഞ്ഞുപിടിച്ചിട്ട് പറയാൻ കാരണം. 2026 അനുകൂലപ്പെടുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കാണാത്ത ആളുകൾ അത് കാണാം. 9 നക്ഷത്രങ്ങളാണ് അതിൽ പെട്ടിട്ടുള്ളത്. ഇതിൽ ഏകദേശം ഒരു 6 കൂറ്, മേടക്കൂറ്, മിഥുനക്കൂറ്, കന്നിക്കൂറ്, ധനുക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ്, ഇങ്ങനെ 6 കൂറിൽപ്പെട്ട ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മേടക്കൂറിലെ വിശേഷങ്ങൾ ആദ്യം പറയാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. അധികമായിട്ടുള്ള ചിലവുകൾ വരിക, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം ധനം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ, സ്ഥാനചലനാദികൾ, ഉയർന്ന സ്ഥാനത്തിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ, ചില വ്യവഹാരങ്ങളിൽ ചെന്ന് പെടുക, അതുകൊണ്ടുണ്ടാകുന്ന മാനഹാനിയും ധനനഷ്ടങ്ങളും. വ്യവഹാരം എന്ന് പറഞ്ഞാൽ കേസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പരമാവധി പോകാതിരിക്കുകയാണ് നല്ലത്. കേസ് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. എന്തായാലും നിർബന്ധമായിട്ടും വന്ന് ഭവിക്കേണ്ട ഒരു സംഗതിയാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് 2026 ഒരു കേസിൽ പെടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ബഹുമാന്യത അർഹിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഒരു പോരായ്മ ഉള്ളൊരു വർഷം കൂടിയിട്ടാണ്. കാരണം ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ ബഹുമാനം, അംഗീകാരം ഇതൊക്കെ കിട്ടേണ്ട ആളുകൾക്ക്, ആദരവ് കിട്ടേണ്ട ആളുകൾക്ക് ഒരു ലേശം മങ്ങി നിൽക്കുന്നൊരു വർഷം കൂടിയിട്ടാണ് 2026. സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ വളരെയധികം, മേടക്കൂറിൽപ്പെട്ട ആളുകൾ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയുടെ ഉള്ളിൽപ്പെട്ട ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന് മിഥുനക്കൂറ്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര നക്ഷത്രം, പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാർ അവർ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഈ ഒരു വർഷം വന്നു ഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്സുകാർ, വ്യവസായികൾ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. അതേപോലെ തന്നെ വലിയ തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുള്ള ആളുകൾക്ക് അത് തിരിച്ച് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ജപ്തി ഭീഷണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. യന്ത്രസാമഗ്രികളെ കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതായത് വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ലേശം അധികം കഷ്ടകാലം ഉള്ള ഒരു വർഷം കൂടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം.